ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ നോയമ്പ് കാലത്ത് നമുക്ക് എല്ലാവർക്കും മീനില്ലാതെ കഴിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ചേമ്പ് കൊണ്ടൊരു മീനില്ലാത്ത ഒരു മീൻകറി ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി നോയമ്പ് കാലമല്ലേ, നമുക്കിനി നോയമ്പ് കാല കറികൾ നമുക്ക് ഇടാം. आज हम बनाने जा रहे हैं अरबी का करी. कच्चू भी बोलता है, केरला स्टाइल में बनाता है, दिखाएंगे कैसे है. मैं 1/2 किलो ചേമ്പ് എടുത്തിട്ടുണ്ട്. आधा किलो कच्चू लिया है, थोड़ा बॉईल करना है. നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ കുക്കറിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. कुकर में पानी रखा है. एक कच्चू इसमें डालेंगे. നമുക്ക് ചേമ്പ് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നെകക്കെ വെള്ളം വേണം. ऊपर तक पानी चाहिए. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു 4 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. 4 വിസിൽ चाहिए. 4 വിസിൽ तक कच्चू हो जाएगा. 4 വിസിൽ കഴിയുമ്പോൾ നമ്മുടെ ചേമ്പ് വെന്ത് കഴിയും. 4 വിസിൽ होने से कच्चू बॉईल हो जाएगा. तब तक वेट करना है. നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചേമ്പിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാം. കച്ചു के लिए मसाला बनाना है. കടായി വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ तेल डाल रहे. വെളിച്ചെണ്ണയിലാണ് ഈ കറി ഉണ്ടാക്കുന്നത്. हम नारियल तेल से बना रहे, रिफाइंड ऑयल से भी अच्छा है. अभी 1 ടേബിൾ സ്പൂൺ नारियल तेल डाला है. നമ്മൾ എണ്ണ 1 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് നല്ലതായിട്ട് ചൂടായി വരട്ടെ. अच्छे से गरम होना चाहिए. तेल गरम हो गया. 1/2 ടീസ്പൂൺ मेथी डाल दे. ഉലുവ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഉലുവ പൊട്ടി വരുമ്പോൾ നമുക്ക് കരിയാപ്പില ഇട്ട് കൊടുക്കാം. मेथी फुटने के टाइम करियापत्ता डाल दे. लहसुन डाल दे. നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. थोड़ा फ्राई होना चाहिए. लहसुन വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വെളുത്തുള്ളി വഴന്ന് വരുമ്പോൾ നമുക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കണം. वो फ्राई होने के टाइम छोटा प्याज डालना है. छोटा प्याज नहीं, हमसे प्याज डालने से भी अच्छा है. നമ്മുടെ കൊച്ചുള്ളിക്കകത്ത് ഇത് ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ്. ഒരു 1/2 കപ്പ് കൊച്ചുള്ളി കഴിഞ്ഞിട്ടുണ്ട്. 1/2 കപ്പ് പ്യാസ് डाला है. ऐसे गोटा ही डाल रहे. നമ്മൾ വെളുത്തുള്ളി ഉള്ളി ഒന്നും മുറിക്കാതെ തന്നെയാണ് നമുക്ക് ഇട്ടിരിക്കുന്നത്. നമുക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. കൊച്ചുള്ളി ചെറുതായിട്ടൊന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. प्याज थोड़ा फ्राई हो गया. अभी डालना है मसाला. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. സാധാ ചില്ലി പൗഡർ 1 ടീസ്പൂൺ. സാധാരണ ചില്ലി പൗഡർ 1 ടീസ്പൂൺ. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. 1 ടീസ്പൂൺ ധനിയ പൗഡർ. 1/2 ടീസ്പൂൺ ഹൽദി. നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. अच्छे से फ्राई करना है. मसाला ഇതെല്ലാം നന്നായിട്ട് വഴന്നു കഴിഞ്ഞു. മസാല थोड़ा फ्राई हो गया. अभी डालना है 5 ടൊമാറ്റോ. 5 ടൊമാറ്റോയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. अच्छे से मिक्स करना है. अभी डालना है नमक. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമക്ക് ആവശ്യം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. अच्छे से मिक्स करके दम करके अच्छे से बॉईल होना चाहिए, पकना चाहिए. अड़च വെച്ച് मीडियम फ्लेमिलिട്ട് വേവിച്ചെടുക്കാം. मीडियम फ्लेम में डाल के थोड़ा अच्छे से पकना चाहिए. कुकर में स्टीम एല്ലാം പോയിട്ടുണ്ട്. कुकर का स्टीम गया है. अभी निकाल के देखेंगे. ചേമ്പൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. अच्छू सब अच्छे से पक गया है. अभी निकाल के ठंडा करने के लिए रखेंगे. നമുക്കത് തണുക്കാൻ വെക്കാം. ബോയിൽ ചെയ്ത ചേമ്പ് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. अच्छे से पक गया है. अभी इसका छिलका निकालना है. നമുക്കിതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. എളുപ്പം കളഞ്ഞെടുക്കാൻ പറ്റും ഇങ്ങനെ കുക്കറിനകത്ത് വേവിച്ചാൽ. कुकर में डालने से जल्दी हो जाएगा. देखिए ऐसे थोड़ा निकाल के ऐसे डालने से आ जाएगा. മേളത്തെ തൊലി ഒന്ന് കളഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. നമുക്കിങ്ങനെ എല്ലാം ചെയ്തെടുക്കാം. ऐसे छिलका निकालना है. ചേമ്പിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. छिलका पूरा निकाल कर रखा है. अच्छे से पक गया है. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ മസാല നോക്കാം. നമുക്ക് നമുക്ക് മസാല देखेंगे. देखिए अच्छे से हो गया. നല്ലതായിട്ട് ആയിട്ടുണ്ട്. ഇത്തിരി പോലും ഇതിനകത്ത് വെള്ളം ഇട്ടിട്ടില്ല. इसमें बिल्कुल पानी दिया नहीं. ടൊമാറ്റോ ഇല്ലെങ്കിലും നമുക്ക് കുടംപുളി ഇട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കാവുന്നതാണ്. നമുക്ക് ഈ ചേമ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഇപ്പോൾ ഇട്ട് കൊടുക്കാം. थोड़ा नमक भी डाल रहे. अभी गरम पानी डाल रहे. നമുക്ക് നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നെകക്കെ ഒഴിച്ചു കൊടുക്കണം. കച്ചുക ऊपर तक आने तक पानी डालना है. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിക്കാം. 5 മിനിറ്റ് ബंद करके पकाएंगे. ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. നമുക്ക് കടുക് വറുക്കാം. इसके लिए तड़का बनाने के लिए 1 ടേബിൾ സ്പൂൺ तेल डाला है. थोड़ा सरसों डाल दे. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം.
വെളിച്ചെണ്ണയിലാണ് ഞാൻ കടുക് വറുക്കുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഇവിടെ കരിവേപ്പില ഡാൽഡെ, 2 മുളക്, 2 മിർച്ച ഡാൽഡെ, ചോട്ടാ പ്യാസ് ചോട്ടാ കാട്ടിക്കെ, കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചാണ് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം. കറി ഓഫ് ചെയ്യാം. करी थोड़ा ऑफ करना है. देखेंगे मेरा करी नल्लाയിട്ട് റെഡി ആയി കഴിഞ്ഞു. अच्छे से हो गया. अभी सर्विंग डिश में डालना है. നമുക്ക് സർവിംഗ് ഡിഷിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കറി വറുത്തത് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മേലിലോട്ട് ഒഴിച്ച് കൊടുക്കാം. तड़का रेडी हो गया. करी का ऊपर में डालना है. നോയമ്പ് കാലത്തെ മീൻകറി റെഡി ആയി കഴിഞ്ഞു. ചെമ്പുകറി വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് നോയമ്പ് കാലത്ത് ഒരു മടുപ്പും ഇല്ലാതെ ചോറുണ്ടാകും. सब लोग थोड़ा घर में ट्राई करके देखिएगा. ये केरला का पुराना इट्टू करी है. प्लीज लाइक शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.